ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ക്രിസ്മസ് ഹെവി മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ സിമ്പിൾ മേക്കപ്പും ഉണ്ട്. ഫസ്റ്റിൽ ഞങ്ങൾക്ക് ഹെവി മേക്കപ്പ് കാണിക്കാതെ നിർത്തും. സൗണ്ട് പറഞ്ഞില്ല, ജസ്റ്റായിട്ട് പൊട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് മുടി ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട മോയ്സ്ചറൈസർ, സൺസ്ക്രീം അതെല്ലാം യൂസ് ചെയ്തു. ടോണർ അങ്ങനെയൊക്കെ യൂസ് ചെയ്തു. അതിനുശേഷം പിന്നെ നിങ്ങൾ ഫസ്റ്റിലെ പ്രൈമർ യൂസ് ചെയ്യുക. നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുക. കാര്യം യൂസ് ചെയ്യുന്ന നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം ഇപ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒഴുകിപ്പോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ പ്രൈമർ യൂസ് ചെയ്തില്ല. ഞാൻ നമ്മുടെ ഐസ് വാട്ടർ ഇല്ലേ, ഐസ് വാട്ടറും ജസ്റ്റ് മുക്കി പിടിച്ചിപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഏറെ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. ഞാൻ അതാ ചെയ്തത്. ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ പ്രൈമറില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. കാര്യം ഇതുപോലെ സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ ഞാനിന്ന് ഫൗണ്ടേഷന് പോരാ ജസ്റ്റ് കൺസീലർ ഒന്ന് പരിശോധിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫൗണ്ടേഷൻ ഉള്ളത്, ഇപ്പോൾ ഇന്ന് കൺസീലർ. ആദ്യം ഞാൻ ആലോചിച്ചു, ആദ്യം നമ്മുടെ ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ എടുക്കാനുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ്, ലിക്വിഡ് കൺസീലറാണ്. ഇങ്ങനെ ഒരു ഇതിലാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെ പാടുകൾ അതുപോലെ തന്നെ കറുത്ത ഇതുണ്ടോ നോക്കോ. ഇവിടെ ഒരു കറുത്താണ്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ത് കാണാൻ പറ്റൂല. അതിനുശേഷം ഇവിടെ കുറച്ച് കറുത്ത പാടുണ്ട്. കണ്ണിന് ചുറ്റും എണ്ണമയൊക്കെ വന്നിരുന്ന മേക്കപ്പ് ചെയ്യുമ്പോൾ അത് എണ്ണ പോലെ ഇരിക്കാണ്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് അതൊരു പ്രശ്നമാകും കേട്ടോ. നമുക്കതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. എപ്പോഴും ഫസ്റ്റ് ഫൗണ്ടേഷനാണ് ഇടുന്നത്, പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് കൺസീലർ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നും. പൊക്കത്തിങ്ങനെ തരേര് പോലെ ഉണ്ട് കേട്ടോ. ഈ മൂക്കിൻ്റെ പുറകിൽ പിന്നിൽ കാണാൻ ക്യാമറ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്യാനും ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അങ്ങനത്തെ ബ്രഷാണ്. ഒന്ന് ജസ്റ്റ് ചെവിയിലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വല്ല കുത്തുപ്പാടും ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ കൺസീലർ ഫൗണ്ടേഷൻ ചുണ്ടത്തിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ അത് ജസ്റ്റ് വേറൊരു ഷെയ്ഡ് ആവാനും അതുപോലെ തന്നെ കുറേ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഉച്ചവരെ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഏറെ നേരം നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം കവർ ചെയ്തോ നോക്കുക. കവർ ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എവിടെ നിന്നാണ് അതൊക്കെ നോക്കിയിട്ട് ഇത് തന്നെ ജസ്റ്റ് കഴുത്തിലിട്ട് കൊടുക്കുക. ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ മുഖത്തിലിട്ട് എന്തിട്ടാലും കഴുത്തിനിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വേറെ വേറെ കളറായിട്ട് ഇരിക്കെ ചെയ്യും. അങ്ങനെ കുറയും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നില്ലേ, സ്മിറ്റേണിൽ നിന്ന് മേടിച്ചതാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനാണ് ഞാൻ ഇടുന്നത്. സ്റ്റേ മാറ്റ്
ലിക്വിഡ് ഫൗണ്ടേഷൻ, ഇൻസൈറ്റിൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ട്യൂബിലാണ്. അത് കുറച്ചൊന്ന് ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചു നോക്കിയില്ലായിരുന്നു. ഓയിൽ ഫ്രീ ആണ്. കാര്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിൽ അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എടുക്കണം. ഇത് ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷാണ്, സ്റ്റുഡിയോ ഫിനിഷ്, പാരബൻ ഫ്രീ ആണ്. ഓക്കെ മീഡിയം കവറേജേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ കയ്യിലേക്കൊന്ന് എടുക്കുക. വരാൻ താമസം. സോ എടുക്കുക, എന്നിട്ട് ഓരോ ഡോട്ട്സ് വെച്ച് കൊടുക്കുക. ഇതാണ് ഫുൾ കവറേജ് ചെയ്യേണ്ടത്. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഫുൾ കവറേജ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം ബ്ലൂ ഹെവൻ്റെ ആണ് നല്ല മണമാണ്. സോ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ സോ കഴുത്തിലിടുക. ഞാനിത് ട്രൈ ചെയ്തില്ലായിരുന്നു ഈ ഫൗണ്ടേഷൻ. ഭയങ്കര സ്റ്റിക്കി ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. കണ്ടിട്ട് കുറച്ച് വൈറ്റ് കാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾക്ക് വൈറ്റ് കാസ്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും കഴുകിക്കളേണ്ട കാര്യമില്ല. കാര്യം ഇതിട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോർമലി ആയിക്കോളും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അബ്സോർബ് ആയിക്കോളും. ജസ്റ്റ് കവർ ചെയ്യുക. സോ ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിരുന്നു. ഫൈവ് മിനിറ്റ് കഴിയുമ്പോൾ അബ്സോർവ് ആയിക്കോളും. സോ നമ്മൾ ഇച്ചിരി കുറച്ച് കൂടുതലെടുത്ത് പോയി. അതും പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ്. ഇതിപ്പോൾ ഉണ്ടാവും ആ വൈറ്റിഷ് വരുന്നുണ്ട്. അതിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ജസ്റ്റ് കോമ്പാക്ട് പൗഡർ നമ്മൾ മേടിച്ച് ഇൻസൈറ്റിന് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല. സോ കുഴപ്പമില്ല. മിററിൽ നോക്കിയിട്ട് ഇത് പതുക്കെ വൈറ്റ് ലാഷ് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ഒരു കുഴപ്പമാണ്. പിന്നെ ലൈറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ആയിരിക്കും. സോ കണ്ണാടി നോക്കിയിട്ട് കുഴപ്പമില്ല. കവർ എനിക്കൊന്നും ഇതിനേക്കാൾ നല്ല സോപ്പ് ബ്രഷ് ആയിരിക്കും. ചെവിയിലും താഴെയാണ്. ഈ കോമ്പാക്ട് പൗഡർ കണ്ണിലേക്ക് വീഴാൻ നോക്കണം. സോ എല്ലായിടത്തും. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ാവുന്നതാണ്. ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്
ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ടിൻറ്റിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെയുള്ള ബ്രഷ്. എനിക്കിതത്രയും സാറ്റിസ്ഫിക്കേഷൻ ആയിട്ടില്ല. സോ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് ഷേപ്പ് ചെയ്ത് വരാവുന്നതെന്നേ ഉള്ളൂ. ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറച്ച് വീതിക്ക് കേട്ടോ എടുക്കുന്നത്, വീതിക്കാണ് എടുക്കുന്നത്. ഇതെനിക്ക് അത്രയും സാറ്റിസ്ഫിക്കേഷൻ വന്നില്ല. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ആവുന്നില്ല. ബ്രഷ് ശരിയാത്തത് കൊണ്ടാണ്. ചെയ്യാനായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഐബ്രോസ് കുറച്ച് നാച്ചുറലായിട്ട് ഇരിക്കണ പോലെ തോന്നും ഇങ്ങനെ ചെയ്ത. എന്നാലും നമുക്കൊരു പോരാത്ത പോലെ തോന്നും. സോ അതിനു വേണ്ടി നമുക്ക് ഐബ്രോ പെൻസിലുണ്ട്, അത് നമുക്ക് അതൊന്ന് ജസ്റ്റ് അതൊന്ന് വെച്ച് ചെയ്ത് നോക്കാം. കണ്ടോ വ്യത്യാസം കണ്ടോ? ഇത് നാച്ചുറൽ. ഇത് മാറ്റി വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലും ഐബ്രോ പെൻസിൽ ഉണ്ടാവും. സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക, ആ ഒരു ബ്ലാക്ക് ഇത് വരാൻ വേണ്ടി. സോ ബ്ലാക്ക് കവറേജ് വന്നുമല്ലോ. ബ്ലാക്ക് കവറേജ് വന്നാലും ഒരു അട്രാക്ഷനുള്ളൂ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. സോ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ണിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് ജസ്റ്റ് എഴുതാം. ഒരു ലൈറ്റ്, കണ്ണിനൊരു ലൈറ്റപ്പായിട്ട് ഭംഗിക്ക് വേണ്ടി കണ്ണിൻ്റെ ഈ ഉള്ളിൽ നമുക്കൊന്ന് ജസ്റ്റ് എഴുതാം. അതിനുശേഷം നമ്മൾ ഇപ്പം എഴുതിയത് കൊളോസൽ കാജലിൻ്റെ ഇതായിരുന്നു. പിന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഐലൈനർ ഒന്ന് യൂസ് ചെയ്യാം. ഇത് അധികം ഡാസ്ലറിൻ്റെ ഐടെക്സ് ഞാൻ അങ്ങനെ എഴുതാറില്ല. സോ ഇതുപോലെയുള്ള സിമ്പിൾ അങ്ങനെ ഇത് മേടിച്ച് വെച്ചിരിക്കുക. അത് എഴുതിയതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് പുറമെ ഇപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഒന്ന് ഡാർക്കായിട്ട് എഴുതി നോക്കണം. സോ ഒരു വ്യത്യാസം കാണാൻ പറ്റും. കണ്ണ് കുറച്ചുകൂടെ ചെറിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് വലുതായിട്ടൊക്കെ കാണപ്പെടും. ഞാൻ ആ കണ്ണാടി വെച്ചിട്ട് നോക്കി നീട്ടാമെങ്കിൽ നീട്ടാം. ഞാൻ നീട്ടുന്നൊന്നുമില്ല. സോ ജസ്റ്റ് ഡ്രൈ ആവട്ടെ.
അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഐലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തി കൊടുക്കണം. അതിനൊരു ഇങ്ങനെ ഒരു ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു എന്ന് തോന്നുന്നു. എപ്പോഴും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ അത് ഇതൊന്ന് ട്രൈ ആയി കഴിയുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ലൈറ്റ് കൊടുക്കുന്ന തോന്നുന്നു. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പതുക്കെ ഐലൈനർ ഒന്ന് ഡ്രൈ ആയി വന്നിരിക്കുകയാണ്. സോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് ലൈറ്റ് പെട്ടുപോയി. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ടിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലിപ്സ്റ്റിക് ആണെങ്കിൽ യൂസ് ചെയ്യാം. അതിന് പകരം നമുക്ക് ലിപ് ലൈനറായിട്ട് നമുക്ക് ഇടാം. സോ ഞാൻ ഇത് ലിപ്സ്റ്റിക്ക് മറ്റേ മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി ഒന്ന് ജസ്റ്റ് ലിപ് ലൈനർ കൊടുക്കുക കേട്ടോ. റെഡ് ലിപ് ലൈനറാണ്. കാര്യം നമ്മൾ ഇടുമ്പോൾ ഇത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലിപ് ലൈനറും ഒക്കെ ഇടാം, പക്ഷെ അത്ര നേരം ഇരിക്കത്തില്ല അത്. അപ്പം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിപ് ലൈനർ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാം. ഒരു കാര്യം ഞാൻ മറന്നു. സോ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ്. സോ ലാസ്റ്റ് വൺ ഇത് അന്ന് ഞാൻ സ്മിറ്റൺ മേടിച്ചാണ്, യൂസ് ചെയ്തിട്ടില്ല. ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. സോ അതിൻ്റെ ബ്രഷസ്, അതിന് വേണ്ടി നമുക്കൊരു ചെറിയ ബ്രഷുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഗ്ലോ കിട്ടാനും നമ്മൾ മേക്കപ്പ് ചെയ്ത് കുറച്ചുകൂടെ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് എവിടെയൊക്കെ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മൂക്കിൻ്റെ ഈ ഒരു പാലത്തിൽ. സോ അതിന് ശേഷം ഇങ്ങനെ കവളത്ത്, അതിനുശേഷം ഇതിനകത്ത് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ബ്രഷോടുമില്ല. ഇതൊന്ന് ഇങ്ങനെ കൊടുത്തു. ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കൊടുക്കാറുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്ലോ വന്ന്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ വണ്ണം ഇല്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലൊക്കെ പൊങ്ങിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഹൈലൈറ്റർ കേട്ടോ അത്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അവിടെ മാത്രം കൂടെ ആവശ്യമില്ലാതെ കൊടുത്താൽ കുളമായിപ്പോവും. അതായത് പിന്നെ ജസ്റ്റ് നെറ്റിയുടെ ആ ഒരു ഈ ഒരു അറ്റത്തായിട്ട് ഒരു വെട്ടം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് ഹൈലൈറ്റർ. സോ അത് നേരിട്ട് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ ഈ കമ്മലൊന്ന് മാറ്റാം. കമ്മൽ മാറ്റാം. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് കമ്മലിടാം. സോ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ റെഡ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ കല്ല് വെച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ഇതുപോലത്തെ ഉള്ള പേളിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെ എടുക്കാം. ഞാൻ ടിക്ടോക്ക് ചെയ്തപ്പോൾ റീൽസ് ചെയ്തപ്പോഴേക്കും ഇതായിട്ട് അയച്ചത് ഭംഗിയില്ലേ. അപ്പോൾ ഒന്ന് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് നോക്കുക. അതെ, അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇടുമ്പോൾ എപ്പോഴും സിൽവറാണ് കേട്ടോ ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഇടാൻ നോക്കുക. ഇതുപോലുള്ള എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഇടാവുള്ളൂ. ഇങ്ങനത്തെ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള ഇടാൻ നോക്കുക.
പിന്നെ മാലാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ഡ്രസ്സിന് അനുസരിച്ചുള്ള മാല ഇടുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു മാല കാണുന്നില്ല, അത് വിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വന്തം മാല ഇട്ടിരിക്കുകയാണ്. അത് തന്നെ ശരിയാക്കണം. അതിങ്ങനെ ജസ്റ്റ് ചെറിയൊരു മാല ഇട്ടാൽ മതി. ഇതിൻ്റെ ഒപ്പം നമുക്ക് ചെറിയൊരു മാല ഇടാം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടായാലും കുഴപ്പമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ബ്ലാക്കിൽ സിൽവർ ഇത് വന്നെങ്കിൽ അതും കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കളർ ലിപ്സ്റ്റിക്കാണ്. ഈ കളർ ലിപ്സ്റ്റിക്ക് ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. സോ ഏത് ഡസ്കി ആയാലും ഫെയറിന് എല്ലാ സ്കിൻ ടോൺകാർക്കും ചേരുന്ന ഒരു കളറാണ്. സോ ഞാനിത് എന്താ പറഞ്ഞത്, നല്ല ഡാർക്കും കളറാണെന്ന് പറഞ്ഞ് മേടിച്ചത്. പക്ഷേ ഇത് വന്നിട്ട് ഒരു മജന്ത കളറാണ്. ലിപ് ലൈനർ നല്ല കളറുണ്ട്. സോ ഇതൊന്ന് പൊട്ട് വിടുന്നവർക്ക് പൊട്ട് വിടാട്ടോ. അതിന് ശേഷം ഇതൊന്ന് ഇട്ടുകൊള്ളൂ. ഇതിപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, കുറേ വരും. കണ്ണാടിയുടെ കുഴപ്പം. ഇപ്പോൾ ഇങ്ങനെയുള്ള ഡസ്കി ഇരുന്നിറക്കാർക്ക് അതൊക്കെ ഇത് ഇടാം. അല്ലാത്തവർ നല്ല റെഡ് ലിപ്സ്റ്റിക്ക് ക്രിസ്മസിന് ഇടാൻ നോക്കും. ഞാൻ ഇന്ന് ലാസ്റ്റ് ക്രിസ്മസ് മേക്കപ്പ് വീഡിയോ കാണിച്ച അതിനകത്തിട്ട് റെഡ് ലിപ്സ്റ്റിക്ക് ഇടുക. ഇതിപ്പം കുറച്ചുകൂടെ ഇടുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് എനിക്കിങ്ങനെ ബ്ലഷോ അല്ലെങ്കിൽ ഐ ഷാഡോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ മേടിക്കാറില്ല. വെറുതെ ഇന്ന് നമുക്ക് വേസ്റ്റായി പോകാറുള്ളത് ചെയ്ത. അപ്പം ഇങ്ങനെ വരുന്ന ഇതില്ല, ഞാൻ എൻ്റെ കണ്ണിൻ്റെ പൊക്കത്തേക്ക് വെക്കും. ജസ്റ്റ് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കണ്ണിനിപ്പോൾ നമ്മൾ കണ്ണ് എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ ഐ ഷാഡോ യൂസ് ചെയ്താലും നല്ല കിടുവായിരിക്കും. കണ്ണ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കിടുവായിരിക്കും. പിന്നെ ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇനി അങ്ങനെ നിങ്ങൾക്ക് ബ്ലഷ് റെഡ് കളറായിട്ട് വേണമെങ്കിൽ ബ്ലഷായിട്ട് വേണമെങ്കിൽ ഞാൻ ഈ ലിക്വിഡല്ല യൂസ് ചെയ്യുന്ന, ഇതുപോലെ ക്രയോൺസ് ഇല്ല, ഇതിൻ്റെ കണ്ണിൻ്റെ പൊക്കത്തേക്കും തേക്കാം. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതിടും, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ കറക്റ്റായില്ലേ? ഒരു ഇത് കിട്ടിയില്ലേ? പക്ഷെ ഞാനതൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഫൈനൽ ലുക്കായില്ലേ? ഇനിയിപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് മുടി ഞാൻ ചിലപ്പോൾ അഴിച്ചിടും, കെട്ടും. എനിക്കിപ്പോൾ മുടി ഇത്ര വളർന്നുകൊണ്ട്, നേരത്തെ എനിക്ക് മുടി ഇല്ലാത്തതുകൊണ്ട് പുകച്ചിലെന്താണെന്നറിയില്ല. എനിക്കിപ്പോൾ മുടി അഴിച്ചിടുന്നതുകൊണ്ട് പുകച്ചിട്ടാണ്. അപ്പോൾ മുടി ചിലപ്പോൾ അഴിച്ചിടും, ഫോട്ടോ എടുക്കുന്ന ടൈമിലൊക്കെ അഴിച്ചിടും, പിന്നെ കെട്ടും. അങ്ങനെയാണ്. കെട്ടിയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഈ മാല മാറ്റണം. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഈ ക്രിസ്മസിന് എങ്ങനെ സിമ്പിൾ മേക്കപ്പ് ചെയ്യാം അത് ഞാൻ നെക്സ്റ്റ് എൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്കിങ്ങനെ ഇടാം. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കത്തില്ല മുടി, ചിലപ്പോൾ എന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ വയ്ക്കും. ഇപ്പോൾ ഉണ്ടോയെന്ന് നോക്കും. ഇങ്ങനെയാണ് മുടി. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഉണങ്ങിയതിപ്പോഴാണ് ഇങ്ങനെ ഇടാം. പിന്നെ ഒരു ക്രിസ്മസിൻ്റെ ശരിക്കും ഒരു കംപ്ലീറ്റ് ഇത് വരേണ്ടത്. ക്രിസ്മസ് തൊപ്പി വെക്കുമ്പോഴാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്രിസ്മസിൻ്റെ
ശരിക്കും ഹെവി മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. സോ ഇതാണ്